നൃപൻ, ഇനി അറിയേണ്ടത് എന്താണ് CWC ഇക്കാര്യത്തിൽ എടുക്കാൻ പോകുന്ന നടപടി? കാരണം കുട്ടിക്ക് ആവശ്യമായ കൗൺസിലിംഗ് നൽകേണ്ടതുണ്ട്, നിയമ നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. എന്താണ് പെൺകുട്ടി വീട് വിട്ടുപോകാനുണ്ടായ ഒരു കാരണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരണം. ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങൾ പെൺകുട്ടിക്ക് ഏറ്റിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ഈ യാത്രയിൽ എവിടെയെങ്കിലും തട്ടിക്കൊണ്ടു പോകൽ ശ്രമം അടക്കം ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. ഇക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. തീർച്ചയായും വിനിഷ, ഇന്നലെ രാത്രി കേരള എക്സ്പ്രസ്സിൽ ആണ് പെൺകുട്ടിയെ കഴക്കൂട്ടത്തുനിന്ന് കാണാതായ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ ദമ്പതികളുടെ മകൾ 13 വയസ്സുകാരിയെ നാട്ടിലെത്തിച്ചത്. തിരുവനന്തപുരത്ത് എത്തിച്ച ശേഷം CWCയുടെ സംരക്ഷണത്തിലാണ് ഇപ്പോൾ പ്രത്യേക കേന്ദ്രത്തിൽ കുട്ടി കഴിയുന്നത്. ഇന്ന് പ്രത്യേക സിറ്റിംഗ് ഉണ്ടാകും. ആ സിറ്റിങ്ങിലാണ് കുട്ടിയുടെ മൊഴി CWC രേഖപ്പെടുത്തുക. ഇത് ഔദ്യോഗികമായി രേഖപ്പെടുത്തുന്നതിനൊപ്പം തന്നെ കുട്ടിക്കും കുട്ടിയുടെ മാതാപിതാക്കൾക്കും പ്രത്യേക കൗൺസിലും നൽകുന്നുണ്ട്. ഇന്ന് അവധി ദിവസമാണെങ്കിലും ഇതിൽ പ്രത്യേകിച്ച് തടസ്സമുണ്ടാകില്ല. ഇന്ന് സിറ്റിംഗ് ചേർന്നുകൊണ്ട്, കൗൺസിൽ ചേർന്നുകൊണ്ട് കുട്ടികൾക്ക്, ഈ പറയുന്ന കുട്ടിക്കും കുട്ടിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുക എന്നതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കുട്ടിയിൽ നിന്ന് ഇന്നലെ തന്നെ കഴക്കൂട്ടത്ത് വിശാഖപട്ടണത്തിൽ വെച്ച് ഈ കുട്ടിയെ കണ്ടെത്തിയ ഈ കഴക്കൂട്ടത്തെ 4 SI അടക്കം വരുന്ന 4 ഉദ്യോഗസ്ഥരാണ് കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടി വിശാഖപട്ടണത്തിലേക്ക് പോയത്. അവർ കുട്ടിയുമായി ആശയവിനിമയം നടത്തിയിരുന്നു. അവർ ഇപ്പോൾ കുട്ടി പറഞ്ഞത് ആദ്യഘട്ടത്തിൽ നാട്ടിലേക്ക് വരാൻ തനിക്ക് താല്പര്യമില്ല, മുത്തച്ഛൻ്റെയും മുത്തച്ഛിയുടെ അടുത്തേക്ക് പോകണം, ആസാമിൽ പോയി അവിടുത്തെ സ്കൂളിൽ പഠിക്കണമെന്ന നിലപാട് സ്വീകരിച്ചു. അതിനുശേഷം കുട്ടിയുമായി സംസാരിച്ച ശേഷം പോലീസ് സംഘത്തിനൊപ്പം കുട്ടി നാട്ടിലേക്ക് വരാൻ തയ്യാറായി. അതിനുശേഷം ഇനി CWCയോട് കുട്ടി എന്ത് മൊഴിയാണ് നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിനിഷ പറഞ്ഞതുപോലെ വീട്ടിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ആക്രമണം നേരിട്ടിട്ടുണ്ട്, അമ്മയോടും അച്ഛനോടൊപ്പം നിൽക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് CWCയുടെ കൗൺസിലിംഗ് ഈ കുട്ടി മൊഴി നൽകുകയാണെങ്കിൽ കോടതിയിൽ ഹാജരാക്കുമ്പോൾ അതിൻ്റെ റിപ്പോർട്ട് കൂടി കോടതിയിൽ സമർപ്പിക്കും. അതിനുശേഷം കോടതിയാണ് ഇത് സംബന്ധിച്ച അന്തിമമായ ഉത്തരവ് നൽകുക. അതിനുശേഷം കുട്ടി മാതാപിതാക്കൾക്കൊപ്പം പോകാൻ തയ്യാറാകുന്നു എങ്കിൽ കഴക്കൂട്ടത്ത് വാടക വീട്ടിലേക്ക് കുട്ടിയെ ഏൽപ്പിക്കുകയും അവിടേക്ക് കുട്ടിയെ നൽകുകയും ചെയ്യും. കുട്ടിയുടെ രക്ഷകർത്താവ് പിതാവ് പറയുന്നത്, കഴിഞ്ഞ ദിവസവും പറഞ്ഞത്, കുട്ടി തങ്ങൾക്ക് ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ലഭിച്ചു കഴിഞ്ഞാൽ തങ്ങൾ കുടുംബമായി തിരിച്ച് ആസാമിലേക്ക് തിരിച്ചു പോകുമെന്നതാണ്. കുട്ടിയുടെ ആവശ്യം കൂടി പരിഗണിച്ച് ആസാമിലേക്ക് തിരിച്ചു പോകും, അവിടുത്തെ സ്കൂളിൽ പഠിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നതാണ് പറഞ്ഞിട്ടുള്ളത്. കുട്ടി ഇവിടെ നിന്ന് പോകാനുള്ള, വീട്ടിൽ നിന്ന് വഴക്കിട്ടാണ് പോയത്. അമ്മ ശാസിച്ചു, വടിയെടുത്ത് തല്ലുകയും ചെയ്തു. അതിൽ മനംതൊന്നാണ് കുട്ടി പോയത്. വീട്ടിൽ ഉണ്ടായ തർക്കത്തെ തുടർന്നാണ്. അത് മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. ഇനി CWCയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിൽ കൗൺസിലിങ്ങളിലും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രൈം കുട്ടി ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും സീരിയസ് ആയിട്ടുള്ള വലിയ എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക ആക്രമണം നേരിട്ടിട്ടുണ്ട് എന്നെങ്കിലാണെങ്കിൽ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകും. അല്ല എങ്കിൽ കോടതി ഹാജരാക്കി രക്ഷകർത്താക്കൾ കൈമാറുകയാണ് ചെയ്യുക. ഇന്ന് ഉച്ചയ്ക്കോടുകൂടിയാണ് CWCയുടെ സിറ്റിംഗ് നടക്കുക. ഇതിൽ മാതാപിതാക്കളുടെ കൗൺസിലിങ്ങും കുട്ടിക്ക് കൗൺസിലിങ്ങും നടത്തും. അതിനുശേഷമായിരിക്കും കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക. വിനിഷ. ശരി, നൃപനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.